ഈ ദിവസങ്ങളിൽ ഒരു മോൻ്റെ അടുത്ത് ചോദിച്ചേ, മോനെ ഈ ദിവസങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാടാ? അപ്പോൾ പറഞ്ഞു AR എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അച്ഛാ, ടോവിനോ പ്രധാന കഥാപാത്രമായിട്ടില്ല, എനിക്ക് ആദ്യത്തെ പാട്ട് ചോദിച്ചാൽ അതിലേതാ പാട്ട്? കിളിയേ തത്ത കിളിയേ അങ്ങനെ പാടിയിട്ടവൻ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞേ അതിന് വേറെ 2 വരില്ല ചോ, ഭയങ്കര സൂപ്പർ വരിക. അതേതാ? എൻ്റെ ആകാശം നീ എൻ്റെ ആനന്ദം നീ എന്ന് പറഞ്ഞിട്ടൊരു വരിയുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ വെച്ച് പറഞ്ഞു അതിൻ്റെ ആകാശവും ഈ ദിവസങ്ങളിൽ റീൽസ് മുഴുവൻ ആ ഒരു പാട്ട് വെച്ചിട്ടാണ്. അതിൻ്റെ ആകാശവും എൻ്റെ ആനന്ദവും എടി നീയാ. കുറച്ച് നാൾ കഴിയുമ്പോൾ ആകാശവും ആനന്ദമൊക്കെ എവിടെ കിടക്കണം എന്നുള്ളത് കല്യാണം കഴിഞ്ഞിരിക്കണം അപ്പച്ചന്മാരോടും അമ്മമാരോട് ഒന്ന് ജസ്റ്റ് ചോദിച്ചു നോക്ക്. ഇപ്പൊ പറയൂ അപ്പച്ചന്മാരെ, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്ന ആദ്യ രാത്രിയിൽ ആകാശവും ആനന്ദം തന്നെയാണോ നീ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കണേ? കാലം കഴിഞ്ഞപ്പോൾ ആകാശവും ആനന്ദമൊക്കെ മാറി, അതിങ്ങനെ പാതാളായിട്ട് മാറി. എത്ര സന്ദർഭങ്ങൾ കേട്ടോണ്ടിരിക്കണം, എത്ര സന്ദർഭങ്ങൾ കേട്ടോണ്ടിരിക്കണം നിങ്ങൾക്ക്. തിരിച്ചോ ഇത് പറയേ, എൻ്റെ ഈശോയെ നീയാണ് എൻ്റെ ആകാശവും ആനന്ദവും. അതാണ് പരിശുദ്ധ അമ്മ മനുജന്റെ മുമ്പിൽ കുനിയാതെ ദൈവ തിരുമുമ്പിൽ തലചാച്ച് പുണ്യവതി, എനിക്ക് എൻ്റെ ആനന്ദവും എൻ്റെ ആകാശവും എൻ്റെ ദൈവമാണെന്ന് അവള് പറയാൻ തുടങ്ങി. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. ഈശോയെ അങ്ങനെ പറയണേ ഈ പാട്ട് പാടുന്നവര്. എൻ്റെ ആകാശം നീ, എൻ്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ. അങ്ങനെ നീ ഈശോയെ നോക്കി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. 1 വർഷത്തിനുള്ളിൽ നീ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് പരിശുദ്ധമ്മയുടെ ഒരു ജപമാല പോലും ചെല്ലുന്നവര് ഇന്നില്ല. ഇനി യൂത്തിനോടൊക്കെ പോയിട്ട് ചോദിക്കാറുണ്ട്, മക്കളെ ഒരു ജപമാല ചൊല്ലും, നിന്റെ പള്ളി ഏതാ? മാതാവിൻ്റെ പള്ളിയാണ്. ഞാനോട് ചോദിക്കും ജപമാല ചൊല്ലാറുണ്ടോ? ആ ഒരു ദിവസം ഒരെണ്ണം. കുറച്ചും കൂടെ കഴിഞ്ഞ ഒരു ദിവസം ഒരു ജപമാല പോലും ചൊല്ലാതെ പരിശുദ്ധ അമ്മയുടെ മക്കളാന്ന് പറയാം. പിന്നെ നമുക്ക് എന്താണുള്ളത്? പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിച്ചാലല്ലാതെ അനുഗ്രഹം കിട്ടില്ല. സ്നേഹമുള്ളവരെ, വേറെ ഇതിന് ഒരു കുറുക്കുവഴിയുമില്ല. റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോയാലോ ഏതെങ്കിലും സ്ഥലത്ത് പോയാലോ ഒന്നും അനുഗ്രഹം കിട്ടില്ല. അനുഗ്രഹം കിട്ടണമെങ്കിൽ നീ അമ്മയോട് ചേർന്ന് ആരാധിക്കാൻ തുടങ്ങണം. അതാണ് ഈ ധ്യാന കേന്ദ്രങ്ങളുടെ പവർ എന്ന് പറഞ്ഞാൽ. ധ്യാന കേന്ദ്രങ്ങളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ചു. നിങ്ങൾ നോക്ക്, ദാനം പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമിനിക്കച്ചന്റെ സ്ഥലം അണക്കരയിൽ എന്തിനാണ് ഇത്രയും മനുഷ്യർ പോകുന്നേ? അണക്കരയിൽ പരിശുദ്ധ അമ്മയെയാണ് ഈ ഡൊമിനിക്കച്ചൻ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. റോസാ മിസ്റ്റിക്ക മാതാവിനോട് ചേർന്ന് അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ രാത്രി മുഴുവനാണ് പിന്നീട് അച്ഛൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, ക്യാൻസറൊക്കെ ഇങ്ങനെ വിട്ടുമാറുന്നത് ഡൊമിനിക്കച്ചൻ കണ്ടത്. റോസാ മിസ്റ്റിക്ക മാതാവേ റോസാ പൂക്കളുമായി അണയാം ഞാൻ. ഇങ്ങനെ അച്ഛൻ ഇരുന്ന് പാടും. റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ അടുത്തിരുന്ന് കരഞ്ഞ് ജപമാല ചൊല്ലി അച്ഛൻ പ്രാർത്ഥിച്ചപ്പോഴാണ് സ്നേഹമുള്ളവരെ ഈ പറയുന്ന അണക്കര മരിയൻ റിട്രീറ്റ് സെന്റർ അനുഗ്രഹങ്ങളുടെ പറുദീസയായിട്ട് അത് മാറിയത്. നമ്മൾ ഈ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണ കൃപാസന മാതാവ് 5.5 ലക്ഷം പേരാണ് കഴിഞ്ഞ ദിവസം അതിലൂടെ പോയത്. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ കർത്താവ് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇത്രയും ദൂരത്തുനിന്ന്. അച്ഛൻ്റെ ഒരു ഫാമിലി UK നിന്നാണ് അത് പങ്കെടുക്കാൻ വന്നത്. കഴിഞ്ഞ ദിവസം UK നിന്ന് വന്ന് പങ്കെടുത്ത് അവർ ഈ വഴിയിലൂടെ പോയി നേരെ തിരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ പോലും പോയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ, അവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമുണ്ട്. ഈ പറയുന്ന ജോസഫ് അച്ഛനും പ്രാർത്ഥിക്കുന്നവരും അതിനെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളൊന്നും അച്ഛനറിയില്ല. പക്ഷെ അവിടെ അത്ഭുതം നടക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെ അവർ ക്ഷണിച്ചിരുന്നു. അമ്മയെ ക്ഷണിച്ച സ്ഥലങ്ങളിലൊക്കെ അത്ഭുതങ്ങളല്ലേ. കഴിഞ്ഞ ദിവസം ഡാനിയൽ അച്ഛനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള മാത്യു വയലുമണ്ണിൽ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മുടെ ഒരു പുതിയ പുസ്തകത്തിന് അവതാരിക എഴുതുന്നവരാണ്. ഇവർ ഈ അവതാരിക എഴുതുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, അച്ഛാ നിങ്ങളുടെയൊക്കെ ധ്യാനങ്ങൾക്ക് എങ്ങനെ ഇത്രയും പവർ? നമ്മളൊക്കെ എങ്ങനെ പോയതൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എൻ്റെ സ്റ്റാഴ്സ് വേറെ ഒന്നുമില്ല, ഇതിന് വേറെ പ്രത്യേകതകളൊന്നുമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ മൗണ്ട് കാർമൽ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തുള്ള നിങ്ങൾ ഒരുപക്ഷെ ഒരുവിധം എല്ലാവരും കാണുന്ന യൂട്യൂബ് ചാനലായിരിക്കും ഈ പറയുന്ന ഡാനിയൽ പൂർണ്ണത്തിൽ അച്ഛൻ്റെ വീഡിയോസ്. അച്ഛന് പരിശുദ്ധ അമ്മ ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വചനത്തിൻ്റെ കൃപ ഇങ്ങനെ മാത്യു വയലുമണ്ണിൽ അച്ഛന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് വചനം എടുത്തു കഴിഞ്ഞാൽ എന്താണോ വേണ്ടത് അത് നിന്റെ ജീവിതത്തിലേക്ക്. നമ്മുടെ ഈ സമയത്തിൻ്റെ പരിധിയുടെ പേരിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ ക്ലോസ് ചെയ്യുക. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദവും ആകാശവും ഏതാ?